യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 19-ാം ദിവസം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം, യേശുവിന് ജനിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ സ്ഥലമുണ്ടോ? ലൂക്കാസ് വാർത്ത 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പരിശുദ്ധ അമ്മ യേശുവിന് ജന്മം നൽകി, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം അവർക്ക് സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല. യേശുവിന് ജന്മം നൽകാൻ വേണ്ടി പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും പല സ്ഥലങ്ങൾ അന്വേഷിച്ചു, പലരോടും അഭ്യർത്ഥിച്ചു. അവസാനം ഒരിടത്തും സ്ഥലം കിട്ടാതെ പുൽക്കൂട്ടിൽ യേശുവിൻ്റെ ജനനം സംഭവിച്ചു. അന്ന് പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും യേശുവിന് വേണ്ടി സ്ഥലം അന്വേഷിച്ചുവെങ്കിൽ, ഇന്ന് യേശു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്ഥലം അന്വേഷിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ഇതാ ഞാൻ ഹൃദയവാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തേക്ക് വരികയും അവനോടൊപ്പം ഭക്ഷിക്കുകയും അവൻ എന്നോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയവാതിലുകളിൽ യേശു തട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ യേശു സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്ഥലം കൊടുത്താൽ യേശു നമ്മിലേക്ക് വരും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ക്രിസ്മസ്. സ്ഥലം ലഭിക്കാത്തത് കൊണ്ടാണ് യേശു പുൽക്കൂട്ടിൽ ജനിച്ചത്. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്ഥലം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈശോ ജനിക്കാൻ സാധ്യതയില്ല. അതിനാൽ ക്രിസ്മസിന് വേണ്ടി പ്രാർത്ഥനയോടെ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് വേണ്ടി സ്ഥലമൊരുക്കാം. നമ്മുടെ ഹൃദയം നമുക്ക് വിശുദ്ധമാക്കാം. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. യേശു നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കട്ടെ. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്മസ് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ആ രീതിയിൽ ഒരുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.